ഹായ്, വെൽക്കം ടു പ്രെപ്സ്കി. HSST എക്സാമുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. HSSTയുടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജുകൾ വന്നു. അതോടൊപ്പം തന്നെ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ എക്സാം ഡേറ്റും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ HSST എക്സാം ഡേറ്റ് വന്നു എന്നുള്ള ആ ഒരു സുപ്രധാന വിവരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എങ്ങനെയാണ് ആ ഡേറ്റുകൾ, എത്ര സമയം നമ്മുടെ മുന്നിലുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. HSST മാത്തമാറ്റിക്സ് 5-ാം തീയതി ഈ HSST എക്സാമുകളിൽ വെച്ച് ആദ്യത്തെ ഡേറ്റ് മാത്സിൻ്റെതാണ്. അത് മെയ് 5-നാണ് എന്നോർക്കുക. പൊളിറ്റിക്കൽ സയൻസ്, ഫിസിക്സ് എന്നിവ മെയ് 14-നാണ് ഡേറ്റ് ഷെഡ്യൂൾ ആയിട്ടുള്ളത്. അതുപോലെ ബോട്ടണി 19, എക്കണോമിക്സ് 21, സുവോളജി 21, ഇംഗ്ലീഷ് 29. ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് നമ്മുടെ സ്റ്റുഡൻസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളാണ്. ഓർക്കുക, കൺഫർമേഷൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഡേറ്റുകളാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളും മറ്റുമൊക്കെ നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കൂ, ഇന്ന് ഫെബ്രുവരി 28, മാർച്ച്, ഏപ്രിൽ 2 പൂർണ്ണ മാസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഏകദേശം 61ഓളം ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം ഇപ്പോൾ മാത്സിന്റെ കാര്യത്തിലാണെങ്കിൽ പിന്നെ ഒരു 5 ദിവസമേ ഉള്ളൂ. പക്ഷേ ബാക്കി എക്സാമിലേക്ക് കിടക്കുമ്പോൾ ഒരു 10-12 ദിവസം അല്ലെങ്കിൽ 20 ദിവസത്തോളം നമുക്ക് അവൈലബിൾ ആയിട്ട് മുന്നിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തയ്യാറെടുത്താൽ ലഭിക്കുമോ എന്ന് ആദ്യം തന്നെ ഒന്ന് ഓർക്കുക. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നടന്ന അല്ലെങ്കിൽ അതിനു മുമ്പ് നടന്ന HSST എക്സാമുകളുടെ കട്ട് ഓഫ് എല്ലാം വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ കട്ട് ഓഫ് പരിശോധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു 30-40 ഈ ഒരു റേഞ്ചിലായിരുന്നു കട്ട് ഓഫ്. അപ്പോൾ ജനറൽ പാർട്ടിന് തന്നെ 30 മാർക്ക് നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ടി എ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബാക്കി ഭാഗമാണ് നിങ്ങളുടെ സബ്ജക്റ്റിന് ഉള്ളത്. അപ്പോൾ ജനറൽ ഭാഗത്തിന് നല്ല പ്രാധാന്യം കൊടുത്ത് ജനറൽ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കും. നിങ്ങൾ അധ്യാപകരാണ്, നിങ്ങൾ കാലങ്ങളായി പഠിച്ചതാണ്. അപ്പോൾ ആ സബ്ജക്റ്റിൽ നിന്നും കൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി മാർക്ക് സെക്യൂർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച റാങ്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ മുന്നിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും മിനിമം നമ്മുടെ മുന്നിൽ 60 ദിവസം ഉണ്ട്. എന്നാൽ ബാക്കി എക്സാമുകളുടെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 75 ദിവസത്തോളം ബാക്കി എക്സാമുകൾക്കും ഉണ്ട്. ഞാൻ മാത്സിന്റെ കാര്യം വെച്ചിട്ടാണ് 60 ദിവസം എന്ന് പറയുന്നത്. ബാക്കി എക്സാമുകളുടെ കണക്ക് നോക്കുമ്പോൾ 75 ദിവസത്തോളം നമ്മുടെ മുന്നിലുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഫലപ്രദമായി ഉപയോഗിച്ചാൽ ആ കട്ട് ഓഫ് എന്നുള്ള കടമ്പ നമുക്ക് ചാടിക്കടന്ന് ഏറ്റവും ഉയർന്ന മാർക്ക് നേടാൻ നമ്മുടെ മുന്നിൽ തയ്യാറെടുക്കാൻ സമയമുണ്ട് എന്ന് ആദ്യം ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഈ 2 മാസം കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഈ 2 മാസം ആത്മാർത്ഥതയോടെ നിങ്ങളുടെ മുഴുവൻ സമയവും നിങ്ങളുടെ മാക്സിമം സമയവും എഫേർട്ടും ഇതിനു വേണ്ടി നിങ്ങൾ വിനിയോഗിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ ഒരു ബാച്ചിലൂടെ, ക്രാഷ് ബാച്ചിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന റാങ്ക് എന്തായാലും ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ ബാച്ച് മുന്നോട്ട് പോകുന്നത് ഓർക്കുക, നമ്മുടെ മുന്നിൽ ഇത്ര സമയമുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ വ്യക്തമായ ഒരു സ്റ്റഡി ടൈം ടേബിൾ, സ്റ്റഡി പാറ്റേൺ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സ്റ്റഡി ടൈം ടേബിൾ വെച്ച് ഓരോ ദിവസവും പഠിക്കേണ്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് ടൈം ടേബിൾ ആയിട്ട് തരും. ഈ ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും ലൈവ് ഇന്ററാക്റ്റീവ് സെഷനുകളും ഉണ്ടായിരിക്കും. ലൈവ് സെഷനുകൾ എന്ന് പറയുമ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവാം, അതുപോലെ ക്ലാസ്സുകൾ ഉണ്ടാവാം. ഇങ്ങനെ ലൈവ് ഇന്ററാക്റ്റീവ് സെഷനുകളും ഇതോടൊപ്പം ഉണ്ടായിരിക്കും. ഈ ക്ലാസ്സുകളും ലൈവ് സെഷനുകളും കണ്ട് അതിൻ്റെ PDF നോട്ടുകളും അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ് എടുക്കുന്ന ഫുൾ സ്ലൈഡുകളും നിങ്ങൾക്ക് ലഭിക്കും. ഇത് വെച്ച് പഠിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന റാങ്കിലെത്താൻ സാധിക്കും. ഇതോടൊപ്പം നിങ്ങൾക്കറിയാം, പഠനം കൊണ്ട് മാത്രമല്ല, അത് നമുക്ക് പരീക്ഷയ്ക്ക് എത്രത്തോളം എങ്ങനെ വിനിയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. അപ്പോൾ അത് സാധിക്കണമെങ്കിൽ പരമാവധി എക്സാമുകൾ എഴുതി പരമാവധി നെഗറ്റീവ് മാർക്ക് കുറച്ച് മാക്സിമം വേഗതയിൽ ഇത് കാര്യങ്ങൾ കൈയടക്കത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവിടെ വിനിയോഗിക്കാൻ സാധിക്കണം. അതിന് നമുക്ക് ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടായിരിക്കും, മൊഡ്യൂൾ വൈസ് എക്സാമുകൾ ഉണ്ടായിരിക്കും, മോഡൽ എക്സാമുകളും ഉണ്ടായിരിക്കും. മോഡൽ എക്സാം ഓർക്കുക, ഏറ്റവും ചുരുങ്ങിയത് 20 മോഡൽ എക്സാമുകൾ നിങ്ങൾ ഈ സമയത്തിനുള്ളിൽ എഴുതിയിരിക്കും. ആഴ്ചയിൽ 2 മോഡൽ എക്സാം വെച്ചിട്ടായിരിക്കും നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ 20 മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ തന്നെ 2000 ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്നു. പിന്നെ മൊഡ്യൂൾ വൈസ്, ടോപ്പിക് വൈസ് എക്സാമുകൾ, അങ്ങനെ വലിയ ഒരു എക്സാമുകൾ എഴുതിയ പരിചയത്തോടു കൂടിയാണ് നിങ്ങൾ യഥാർത്ഥ എക്സാമിന് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്രാഷ് ബാച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റുകളുടെ എല്ലാം ക്രാഷ് ബാച്ച് നമ്മൾ 2-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. 2/3/2026.
ഈ വരുന്ന തിങ്കളാഴ്ചയാണ് നമ്മുടെ ബാച്ചുകൾ ക്രാഷ് ബാച്ചുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ക്രാഷ് ബാച്ചിൽ നമുക്ക് ഇത്ര സമയം കൊണ്ട് നമ്മുടെ സിലബസ് പഠിച്ചു തീർക്കാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേയുള്ളൂ എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ മുന്നേറുക. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഓഫർ ഫീ എന്ന് പറയുന്നത് 5000 രൂപയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഓഫർ ഫീ എന്ന് പറയുന്നത് ഈ 5000 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ രീതിയിലുള്ള നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും ലൈവ് സെഷനുകളും നോട്ടുകളും എക്സാമുകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ സമഗ്രമായ ഈ പാക്കേജിനാണ് 5000 രൂപ. ഇത് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും ക്വാളിറ്റിയോടുകൂടി നിങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചുരുങ്ങിയ ഫീസിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി നിങ്ങൾ നമ്മുടെ തന്നെ ഏതെങ്കിലും ബാച്ചിൽ മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ, നമ്മളോടൊപ്പം കുറെ കാലങ്ങളായിട്ടുള്ള ആളുകളാണെങ്കിൽ, പല ബാച്ചുകളിലുള്ള ആളുകൾ ഉണ്ടാവാമല്ലോ നിങ്ങൾ, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീസിൽ നിന്നും ഇളവ് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾക്കും മറ്റ് വിവരങ്ങൾക്കും കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിലുകൾക്കും ഫീയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കും ഇതറിയുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പറുകളിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ലഭിക്കും. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. 18-ാം തീയതി വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള, മാർച്ച് 18 വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയം എന്ന് പറയുന്നത്. മാർച്ച് 18-ലേക്കൊന്നും വയ്ക്കരുത്. എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ തയ്യാറെടുപ്പ് കൂടുതൽ ഊർജ്ജസ്വലതയോടെ, കൂടുതൽ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നറിയാം. അത് കുറച്ചുകൂടി ഒന്ന് കൂട്ടാൻ സാധിക്കുമെങ്കിൽ, കുറച്ചുകൂടി സമയം അതിന് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്ത് നിങ്ങളുടെ സ്വപ്ന ഉദ്യോഗത്തിലേക്ക് നിങ്ങൾ നടന്നു കയറുക. ഇത്രയേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.